എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് ഉള്ള രാമായണ പ്രഭാഷണ സന്ധ്യാനാമ പരിപാടികളിൽ ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ശ്രേണിക. ചോദ്യം ചോദിക്കുന്നത് കൃഷ്ണ ആർ അയ്യർ. രാമ സന്ധ്യാനാമം ചൊല്ലുന്നത് ഗായത്രി ജി നായർ. ശ്രേണികയും കൃഷ്ണയും ഞങ്ങളുടെ ഏറ്റവും നല്ല മിടുക്കി കുട്ടികളാണ്. രണ്ട് കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ ഞാൻ അവരെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ കേട്ടിട്ട് അവരെ കുറിച്ചൊന്ന് വിലയിരുത്തുക. ഞങ്ങളുടെ ഏറ്റവും പൊന്നോമനകളാണ് രണ്ടുപേരും, അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഗായത്രി അതുപോലെ ഏറ്റവും നല്ല ഒരു കുഞ്ഞാണ്. വളരെ മധുരമായിട്ട് സംഗീതം ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ്. ആ മാധുര്യത്തോടു കൂടിയുള്ള ഭക്തിയോടു കൂടിയുള്ള സന്ധ്യാനാമാലാപനം നമുക്കിന്ന് കേൾക്കാം. മൂന്ന് കുട്ടികളെയും ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രേണികയും കൃഷ്ണായരും വീഡിയോ ഓൺ ചെയ്ത് പ്രാർത്ഥന ചൊല്ലിയിട്ട് ആദ്യം കൃഷ്ണ, ചോദ്യം ചോദിച്ച് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുക. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഭരതശത്രുഘ്നന്മാർ ശ്രീരാമചന്ദ്ര സ്വാമിയെ സമീപിച്ച് എന്താണ് പറഞ്ഞതെന്ന് പറയാമോ? ഭരതശത്രുഘ്നന്മാർ കുറച്ചു ദൂരം വനത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ രാമലക്ഷ്മണന്മാർ താമസിക്കുന്ന ആശ്രമത്തിൽ നിന്നും ഉയർന്ന പുക കണ്ടു. ഉദ്വേഗത്തോടെ വീണ്ടും വേഗം വേഗം നടന്നു. അതാ അപ്പോൾ അതിസുന്ദരമായി പണിതിരിക്കുന്ന ആ ആശ്രമം കണ്ടു. ആശ്രമത്തിൽ ജ്വലിക്കുന്ന അഗ്നിയെ കണ്ടു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ജടാമണ്ഡലധാരിയായിരിക്കുന്നവനും കൃഷ്ണമൃഗത്തോലും മരവുരിയും ധരിച്ചവനുമായി അഗ്നി പോലെ ജ്വലിക്കുന്നവനുമായി രാമൻ ദർഭ വിരിച്ച് നിലത്ത് സീതയോടും ലക്ഷ്മണനോടും കൂടി ഇരിക്കുന്നത് കണ്ടു. ഭരതശത്രുഘ്നന്മാർ രണ്ടുപേരും കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഒന്നും മിണ്ടാനാകാതെ ശ്രീരാമപാദത്തിൽ നമസ്കരിച്ച് തളർന്നു വീണു. അവരെ രണ്ടുപേരെയും ആലിംഗനം ചെയ്ത് രാമനും കണ്ണീർ പൊഴിച്ചു. ഭരതനെ ആശ്ലേഷിച്ചുകൊണ്ട് ശ്രീരാമൻ ചോദിച്ചു, വത്സ, നീ കാട്ടിലേക്ക് വന്നുവല്ലോ, അച്ഛൻ എവിടെ? അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നീ വനത്തിലേക്ക് വരാൻ പാടുള്ളതല്ലോ. നിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കാണുന്നു. അച്ഛനും അമ്മമാർക്കും സുഖം തന്നെയല്ലേ? രാജധർമ്മം നീ നന്നായി പരിപാലിക്കുന്നില്ലേ? രാമന്റെ വാക്കുകേട്ട് ഭരതൻ ഇങ്ങനെ പറഞ്ഞു, നരശ്രേഷ്ഠ, ജ്യേഷ്ഠപുത്രൻ ഉള്ളപ്പോൾ അനുജൻ രാജാവായി കൂടാ. അതാണ് നമ്മുടെ പാരമ്പര്യം. ഞാൻ കേകയത്തിലായിരിക്കെ സജ്ജനങ്ങൾ ആദരിക്കുന്ന യജ്ഞശീലനായി വാഴ്ത്തപ്പെട്ട രാജാവ് സ്വർഗം പോകി. ജ്യേഷ്ഠൻ അദ്ദേഹത്തിന് ഉടൻ തന്നെ ഉദകക്രിയ ചെയ്താലും. പിതാവിന്റെ മരണവാർത്ത കേട്ട് ശ്രീരാമൻ ബോധമറ്റ് ഭൂമിയിൽ പതിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ബോധം തെളിഞ്ഞു. ഭ്രാതാക്കളോടൊപ്പം മന്ദാകിനി നദിയിൽ തർപ്പണം ചെയ്ത് ഗർഭപ്പുല്ലിൽ ഓടൽ പിണ്ണാക്കും ലന്തക്കുരുവും ചേർന്ന് പിണ്ടം അർപ്പിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, മഹാരാജാവെ, സന്തുഷ്ടനായി ഇത് ഭുജിച്ചാലും
ഞങ്ങൾ കഴിക്കുന്നത് അങ്ങേക്കും സമർപ്പിക്കുന്നു. മ്യൂട്ടാണ്. മ്യൂട്ട് മാറ്റ്. ഉദകക്രിയകൾക്കും പിണ്ടസമർപ്പണത്തിനും ശേഷം അവിടെ എന്ത് സംഭാഷണമാണ് നടന്നത്? അപ്പോഴേക്കും ദശരഥ മഹാരാജാവിന്റെ പത്നിമാരെയും കൂട്ടി വസിഷ്ഠ മഹർഷി അവിടെ എത്തിച്ചേർന്നു. രാമൻ പിതാവിനു വേണ്ടി സമർപ്പിച്ച ഓടൽ പിണ്ണാക്ക് കൊണ്ടുള്ള പിണ്ടം കണ്ട് വല്ലാതെ കരഞ്ഞു ആ അമ്മമാർ. ദേവതുല്യനായി എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച മഹാരാജാവിന് ഈ ഗതിയോ എന്നവർ വിലപിച്ചു. താൻ ഭക്ഷിക്കുന്നതെന്തോ അത് തന്നെ ദേവതമാർക്കും എന്ന ചൊല്ല് അവർക്ക് ആശ്വാസമായി. രാമനും സീതയും അമ്മമാരുടെ പാദത്തിൽ നമസ്കരിച്ചു. ശ്രീരാമൻ വസിഷ്ഠ മഹർഷിയെ നമസ്കരിച്ചു. രാമസീത ലക്ഷ്മണ സാമീപ്യത്തിന്റെ ആനന്ദം അനുഭവിച്ച് അവർ സ്വയം മറന്നിരുന്നു. ഭരതനോട് ശ്രീരാമചന്ദ്രസ്വാമി ഇപ്രകാരം ചോദിച്ചു: മരവുരിയും ചടയും ധരിച്ച ഭവാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണ് എന്ന് പറയൂ. ഭരതൻ പറഞ്ഞു: പുത്രശോകത്താൽ നമ്മുടെ പിതാവ് സ്വർഗലോകം പൂകി. അയോധ്യ ഇപ്പോൾ അനാഥമാണ്. ഞാൻ അങ്ങയുടെ ദാസനാണ്. എത്രയും വേഗം അങ്ങ് അയോധ്യയുടെ രാജാവായി അഭിഷിക്തനായാലും. ഇത്രയും പറഞ്ഞ് ഭരതൻ ജ്യേഷ്ഠപാദത്തിൽ നമസ്കരിച്ച് ആ പാദങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. നിർത്താതെ കരഞ്ഞുകൊണ്ട് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭരതനെ ആശ്ലേഷിച്ച് ശ്രീരാമൻ പറഞ്ഞു: മഹാരാജാവിന്റെയും പത്നിമാരുടെയും ആജ്ഞകൾ പാലിക്കുന്നതാണ് നമ്മുടെ ധർമ്മം. രണ്ടാജ്ഞകളാണ് നമുക്ക് രണ്ടുപേർക്കുമായി നൽകിയിട്ടുള്ളത്. എന്നിട്ടാണ് രാജാവ് സ്വർഗലോകം പോകിയിരിക്കുന്നത്. അവ ദണ്ഡകാരണ്യത്തിൽ 14 വർഷം എനിക്ക് വനവാസവും നിനക്ക് രാജ്യഭരണവും. അത് നാം സത്യസന്ധതയോടെ നിർവഹിക്കുന്നതാണ് ധർമ്മം. ജാബാലി എന്ന ബ്രാഹ്മണനും വസിഷ്ഠ മഹർഷിയും ശ്രീരാമനോട് രാജ്യഭാരം ഏറ്റെടുക്കണമെന്ന് വളരെയധികം നിർബന്ധിച്ചു. എത്ര പറഞ്ഞിട്ടും രാജ്യം സ്വീകരിക്കുകയില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്ന് ശ്രീരാമചന്ദ്ര സ്വാമിയോട് ഭരതൻ പിന്നീട് എന്താണ് പറഞ്ഞതെന്ന് വിശദീകരിക്കാമോ? എങ്ങനെയെങ്കിലും ജ്യേഷ്ഠനെ അയോധ്യയിലേക്ക് കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടെ ഭരതൻ ശ്രീരാമന്റെ മുൻപിൽ ദർഭ വിരിച്ച് ഉപവാസത്തിനായിരുന്നു. ക്ഷത്രിയർക്ക് അത് വിധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രാമൻ വിലക്കി. അപ്പോഴേക്കും അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും ശ്രീരാമൻ പറയുന്നതാണ് ശരി, അതാണ് എല്ലാവരും അനുസരിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഉടനെ ഭരതൻ പറഞ്ഞു: ജ്യേഷ്ഠന് പകരം ഞാൻ 14 വർഷം വനവാസം ചെയ്തു കൊള്ളാം. ജ്യേഷ്ഠൻ രാജ്യം ഭരിക്കട്ടെ. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു: പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്ത വരങ്ങൾ മാറ്റിമറിക്കാൻ നമുക്ക് അവകാശമില്ല. വനവാസം കഴിഞ്ഞു വന്ന് ഞാൻ രാജ്യഭാരം ഏറ്റെടുത്തു കൊള്ളാം. രാവണവധം ആഗ്രഹിക്കുന്ന ദേവന്മാരും ഋഷിമാരും ചേർന്ന് അശരീരിയായി ജ്യേഷ്ഠനെ അനുസരിക്കണമെന്ന് ഭരതൻ ഉപദേശം നൽകി. ശ്രീരാമൻ ഭരതനെ മടിയിലിരുത്തി രാജ്യം ഭരിക്കാനുള്ള ബുദ്ധിയും ശക്തിയും എന്റെ പ്രിയപ്പെട്ട അനുജനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭരതൻ പറഞ്ഞു: ജ്യേഷ്ഠ, ഹേമഭൂഷിതമായ ഈ 2 പാദുകങ്ങളിൽ അങ്ങ് കയറി നിന്നാലും ഇവ ലോകർക്കെല്ലാം ലോകക്ഷേമം ഉണ്ടാക്കും. ശ്രീരാമൻ പാദുകങ്ങളിൽ കയറി നിന്ന ശേഷം അത് അഴിച്ച് മഹാതേജസ്വിയായ അദ്ദേഹം അത് മഹാത്മാവായ ഭരതന് നൽകി. അത് സ്വീകരിച്ച് ഭരതൻ പറഞ്ഞു: 14 വർഷം ജടയും മരവുരിയും കെട്ടി ഞാൻ കഴിയും. ഫലമൂലാദികൾ മാത്രമേ ഭക്ഷിക്കൂ. അങ്ങയുടെ തിരിച്ചുവരവും കാത്ത് ഞാൻ നഗരത്തിന് പുറത്ത് കഴിയും. 14 വർഷം കഴിയുമ്പോൾ പിറ്റേ ദിവസം അങ്ങ് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യുന്നതാണ്. ശ്രീരാമചന്ദ്രസ്വാമി ശരി എന്ന് പ്രതിജ്ഞ ചെയ്ത് ഭരതനെയും ശത്രുഘ്നെയും ആലിംഗനം ചെയ്തു. 2 പേർക്കും സ്വീകാര്യമായ ആ പാദുകം ഭരതന് നൽകിയ ആ പോംവഴി വസിഷ്ഠ മഹർഷിയാണ് രാമനോട് നിർദ്ദേശിച്ചത്. അങ്ങനെയാണ് ശ്രീരാമചന്ദ്രസ്വാമി സന്തോഷത്തോടെ തന്റെ പാദുകങ്ങൾ ഭരതന് നൽകിയത്. കുട്ടികൾ ഫോട്ടോ കാണുന്നില്ലല്ലോ. ശ്രീരാമ പാദുകങ്ങളിൽ ലഭിച്ച ബോധം പിന്നീട് എന്ത് ചെയ്തു? ഭരതൻ പാദുകങ്ങൾ ശിരസിൽ വെച്ച് ശത്രുഘ്നോട് കൂടി തേരിലേറി ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തി.
ശ്രീരാമചന്ദ്രസ്വാമി പാതുകം തന്ന് അനുഗ്രഹിച്ച കാര്യമെല്ലാം വിശദമായി പറഞ്ഞു. പാതുകങ്ങളുമായി അയോധ്യയിലേക്ക് യാത്രയായി. അമ്മമാരെ അയോധ്യയിലാക്കിയിട്ട് ഭരതൻ ശത്രുഘ്നനോടും മന്ത്രിമാരോടും വസിഷ്ഠ മഹർഷിയോടും കൂടി നന്ദിഗ്രാമത്തിലേക്ക് യാത്രയായി. നന്ദിഗ്രാമത്തിലെത്തി രഥത്തിൽ നിന്നിറങ്ങി ഗുരുജനങ്ങളോടായി പറഞ്ഞു, എന്റെ ഭ്രാതാവ് എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു തന്നതാണ് ഈ രാജ്യം. രാജ്യത്തിന് യോഗക്ഷേമം വരുത്തുന്നത് സ്വർണാലംകൃതമായ ഈ പാതുകങ്ങളാണ്. ജ്യേഷ്ഠന്റെ പാദങ്ങളായ ഇവയ്ക്ക് വെൺകൊറ്റക്കുട പിടിക്കുക. ഈ ജ്യേഷ്ഠ പാതുകങ്ങളാണ് നാട്ടിൽ ധർമ്മ സംരക്ഷണം നടത്തുന്നത്. ജ്യേഷ്ഠൻ തിരിച്ചു വരുമ്പോൾ ന്യാസമായ പാതുകങ്ങളെയും രാജ്യത്തെയും തിരിച്ചു ഞാൻ ഏൽപ്പിക്കും. അങ്ങനെ ഞാൻ പാപവിമോചിതനാകും. മഹായശസ്വിയായ ഭരതൻ നന്ദിഗ്രാമത്തിൽ മന്ത്രിമാരോടൊത്ത് ജടാവൽക്കലങ്ങൾ ധരിച്ച് വെൺകൊറ്റക്കുട ചൂടിയ പാതുകങ്ങളെ പൂജിച്ച് അയോധ്യയെ നല്ലവണ്ണം പരിപാലിച്ചു. വെരി ഗുഡ്. രണ്ട് കുഞ്ഞുങ്ങളും നിങ്ങളെ ഏൽപ്പിച്ച കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്തു. ബാക്കി കേട്ടിരിക്കുന്ന ആൾക്കാർ ശ്രീരാമ സന്ധ്യാനാമം കൂടെ കഴിയുമ്പോ അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം, അനുഗ്രഹങ്ങൾ നമുക്ക് മേടിക്കാം കേട്ടോ. ഗായത്രി, കുട്ടികളുടെ ഫോട്ടോ കാണുന്നില്ലോ? ഉണ്ട് മതിച്ചേട്ടാ, അവിടുത്തെ ലൈനിന്റെ പ്രോബ്ലം ആയിരിക്കാം. എല്ലാം ക്ലിയർ. ഗായത്രി. എല്ലാവർക്കും നമസ്കാരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമ 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 പാഹി മാം. രാഘവാ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിമുക്തിദായക പുരന്ദരാദിസേവിത ഭാഗ്യവാരിധേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശിഖാമണി മുകുന്ദ രാമ പാഹി മാം. നിഞ്ചരിതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമഃ ശിവായ. ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോതിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ശിക്ഷയോടു മത്സ്യമായ അവതരിച്ച മാധവ ഭക്ഷസാങ്കിതം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോടു മന്ദരമുയർത്തുവാനായങ്ങുടൻ കൂർമ്മമായ അവതരിച്ച രാമ രാമ പാഹി മാം. പാരിടം പിളർന്നു ചെന്നു തേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട് രാമ 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 പാഹി മാം. നാരസിംഹരൂപമയവതരിച്ചു നീ പുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം. ജഗത്രയങ്ങൾ മൂന്നടിയായി ഞങ്ങളന്നു വാങ്ങുവാൻ ജാതനായ മുകുന്ദ രാമ പാഹി മാം. ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം. ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോധ്യ മന്നനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം. ദുഷ്ടരാം നിശാചരവധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനേർ മിഴിക്കു
മോക്ഷമീണ്ട രാമ പാഹി മാം. വിദേഹരാജ്യമുൾപ്പകിന്തു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ കരിച്ച രാമ പാഹി മാം. ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർമ്മ തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീട് രാമ രാമ പാഹി മാം. പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം. ഭക്തനാം ജടായുവിനു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബന്ധനെ വധിച്ച രാമ പാഹി മാം. ശബരിയാശ്രമേ ഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹി മാം. സീതയോടു ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലിവിട്ട രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനോടെതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമ പാഹി മാം. ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ രാമ പാഹി മാം. വൻചിറ തൊടുത്തു പിന്നെ വാചമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹി മാം. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദര കുമാരനായ ലക്ഷ്മണാഗ്രജ വിഭോ മുകുന്ദ രാമ പാഹി മാം. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തു കൊണ്ട് രാമ രാമ പാഹി മാം. രാക്ഷസ കുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തൽക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹി മാം. വഗ്നിമണ്ഡലേയിരുന്ന സീതയെ വഹിച്ചുകൊണ്ട് വന്നയോധ്യ പുക്കിരുന്ന രാമ രാമ പാഹി മാം. രത്നമകുടവും ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹി മാം. രാജ്യവാസിയായവർക്കു പൂജനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹി മാം. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഈ പ്രഭാഷണ പരമ്പരയിൽ എനിക്ക് ശ്രീരാമ സന്ധ്യാനാമ കീർത്തനങ്ങൾ ചൊല്ലുവാൻ അനുവദിച്ച പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ മറ്റെല്ലാ ഗുരുക്കന്മാർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗായത്രിക്കുട്ടി, ഏതായാലും ഇന്ന് രാമസന്ധ്യാനാമം ചൊല്ലേണ്ട കുഞ്ഞിന് പെട്ടെന്ന് പനിയും ചുമയൊക്കെ ആയി. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അവതരിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ട് എന്നെ അറിയിച്ചു. അന്നേരം ഞാൻ ഉടനെ തന്നെ ഗായത്രിയെ വിളിക്കുകയും ഗായത്രി ഒട്ടനെ അത് ഓക്കെ പറഞ്ഞ് ഇന്നത്തേക്ക് അത് പഠിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ വേണം കുട്ടികൾ. എന്തൊരു സന്തോഷമാണ്. നമ്മളെ ഏത് സന്ദർഭത്തിലും നമ്മളോടൊപ്പം കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ ഗായത്രിയിൽ കൂടി കണ്ടത്. എല്ലാ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെയാണ്. എന്തായാലും വളരെയധികം സന്തോഷം. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള മധുചേട്ടനൊക്കെ എന്താണ് പറയണേന്ന് നോക്കാം. മധുചേട്ടാ. എന്ത് പറയണമെന്ന് അറിയാനായിട്ട് ഞാൻ എന്താ പറയേണ്ടത്? അതുപോലെ വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു ഇതുവരെ കണ്ടത്. ആ രാമ സന്ധ്യാനാമം ഗായത്രിക്കുട്ടി വളരെ ഗംഭീരമായിട്ട് ചൊല്ലി. ഇന്നും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഗായത്രി ഒരിക്കലും ഈ സന്ധ്യാനാമം മുടക്കരുത്. എല്ലാ ദിവസവും ചൊല്ലിയിരിക്കണം. അതിൻ്റെതായുള്ള സർവൈശ്വര്യങ്ങളും കുഞ്ഞിന് ലഭിക്കും. കുടുംബത്തിലും അതിൻ്റെ ഐശ്വര്യം അനുഭവിക്കാൻ സാധിക്കും. പിന്നെ താങ്ക് യു. പിന്നെ പറയാനുള്ളത് ചോദ്യോത്തരമാണ്. ശ്രേണികയുടെ ഉത്തരങ്ങളും
കൃഷ്ണയുടെ ചോദ്യങ്ങളും രാമായണത്തിലെ ഏറ്റവും വികാരനിർഭരമായ രംഗങ്ങളാണ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വനവാസത്തിന് പോകുന്നു, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണ് ചെയ്തത്, ആ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള സംവാദം, സംഗമം, ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു. വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ധർമാത്മാവായ ശ്രീരാമേന്ദ്ര സ്വാമികള് അവിടെ വെച്ചും സഹോദരന്മാരുടെ ധർമ്മവും അച്ഛൻ്റെ ധർമ്മവും അമ്മയുടെ ധർമ്മവും എന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ചെയ്തത്. യാതൊരു കാലുഷ്യമോ യാതൊന്നുമില്ലാതെ. അച്ഛൻ പറയുന്നത് ഭാര്യയും മക്കളും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്, ഞാനതനുസരിച്ചാണ് വനത്തിലേക്ക് പോകുന്നത്, നീ രാജ്യഭാരം സ്വീകരിക്കണം. വളരെയേറെ നമുക്ക് അചിന്ത്യമായിട്ടുള്ള, ഇന്നത്തെ കാലഘട്ടത്തിൽ അചിന്ത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, ധർമ്മോപദേശമാണ് അവർക്ക് നൽകിയ ശ്രീരാമേന്ദ്ര സ്വാമികൾ. അതുകൊണ്ട് തന്നെയാണ് ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം ഇന്നും നിലനിൽക്കുന്നത്, ഇന്നും പ്രസക്തമാകുന്നത്. നമ്മളിത് ദൈനംദിനം വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, ജീവിക്കുക. അതുപോലെ സർവൈശ്വര്യങ്ങളും ഭഗവാൻ നൽകും, സമാധാനവും സന്തോഷവും നൽകും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അതിനേക്കാളുപരി ഇത്രയേറെ ജോലിത്തിരക്കിനിടയിലും നിങ്ങളുടെ ഗുരുനാഥൻ പരമേശ്വര സാറ് നിങ്ങളോട് കാണിക്കുന്ന ആ കർത്തവ്യബോധം, നിങ്ങളെന്നും നന്ദിയുള്ളവരായിരിക്കണം. ആ നന്ദി കാണിക്കേണ്ടത് ഈ രാമായണം നിത്യവും പഠിക്കുകയും വായിക്കുകയും അതുപോലെ ജീവിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അദ്ദേഹം സംതൃപ്തനാകുന്നത്. ഇത്രയും പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം കേട്ടോ. കുട്ടികൾക്ക് വലിയവരിൽ നിന്ന് 2 അഭിനന്ദനങ്ങളെ കേൾക്കുമ്പോഴാണ് അവര് വീണ്ടും വീണ്ടും ഇതില് ഉറച്ചു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോ ഒരു വാക്കെങ്കിലും കുഞ്ഞുങ്ങളോട് പറയേണ്ടത് സാമാന്യ ധർമ്മമാണ്. സത്യമാണ് സാറേ. ഹരിയോം. വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത് സാറ്. പിന്നെ എന്താ പറയുന്നതെന്ന് അറിയില്ല. പിന്നെ 3 പേരും സൂപ്പറായിട്ട് ഓരോ ദിവസം കൂടുന്നതോറും കൂടി തന്നെ വരുന്നത്. അവരുടെ അറിവും അവരുടെ പ്രഭാഷണങ്ങളും സന്ധ്യാനാമങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. വളരെ നന്നായിരുന്നു. എല്ലാവരും ഇതുപോലെ തന്നെ ഇനിയും ഗുരുക്കന്മാരുടെ വാക്കുകൾ കേട്ട് എന്നും ഇതുപോലെ പ്രവർത്തിക്കണം കേട്ടോ. എല്ലാവരും നാമജപം എല്ലാം ചെയ്യണം. പിന്നെ രാമായണം വായിക്കണം എന്നൊക്കെ പറഞ്ഞു, ഇതെല്ലാം നമ്മൾ ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾ 3 ആളും നല്ല രീതിയിൽ തന്നെ അവരവരെ ഏൽപ്പിച്ച ജോലികൾ ചെയ്തു. സന്ധ്യാനാമവും നല്ലതായിരുന്നു, അവരുടെ പ്രഭാഷണവും നല്ലതായിരുന്നു. അത് പഠിപ്പിച്ച സാറിനും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേകം ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം സാർ. സായിറാം. ഇന്ന് നടന്ന ക്ലാസ്സുകൾ, അതായത് പ്രഭാഷണം, ആ കുട്ടികളുടെ പ്രഭാഷണവും അതുപോലെ തന്നെ രാമായണ പാരായണവും വളരെ മനോഹരമായിരുന്നു. പാരായണമാണെങ്കിലും ഒരു ഭക്തി പ്രസരിപ്പിക്കാൻ ആ കുഞ്ഞിൻ്റെ ആലാപനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ധർമ്മത്തിന് വളരെയേറെ ഗ്ലാനി സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ മറ്റു ഇതര സമുദായ മതസംഘടനകൾ നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലാം അവഹേളിക്കാനും അവഗണിക്കാനും എല്ലാം പരിശ്രമിച്ചുകൊണ്ട് വളരെ മോശമായ ഒരു പ്രവണതയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ഹൈന്ദവ സമൂഹമെന്ന് വിചാരിക്കുന്നവരെല്ലാം തന്നെ
പരസ്പരം പോരടിച്ചും അവരും ഇതിനെയൊക്കെ കീഴ്ത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിതസ്ഥിതിയിലാണ് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നത്. വളരെ ശ്രേഷ്ഠവും ശ്രേയസ്കരവുമായ ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് അനുസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും, ഇതിൻ്റെ ആചാര്യനായി വർത്തിക്കുന്ന പരമേശ്വരൻ സാറിനും, അതേപോലെ തന്നെ മധു സാറിനും, നമ്പൂരി സാറ്, സോമൻ സാർ അടക്കമുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളുടെയും ഭാവി ശ്രേയസ്കരമായി തീരുവാൻ ഭഗവാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമുക്ക് നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ 11-ാം ദിവസമാണ് രാമായണ മാസത്തിലെ. നാളെ പ്രഭാഷണം നടത്തുന്നത് ഇന്ന് സന്ധ്യാനാമം ചൊല്ലിയ ഗായത്രി കുട്ടി തന്നെയാണ്. വൈഷ്ണവി ആറും ആണ് നാളെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഗായത്രിയുടെ സഹോദരൻ, കുഞ്ഞു സഹോദരൻ ശ്രീഹരി ജി നായരാണ് നാളെ സന്ധ്യാനാമം ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ഇന്നത്തെ പോലെ തന്നെ നേരത്തെ സന്നിഹിതരായിട്ട് കുട്ടികളെ അനുഗ്രഹിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് വീണ്ടും കാണാം. എല്ലാവരുടെ പാദങ്ങളിലും ഞങ്ങളുടെ നമസ്കാരം. എല്ലാ കുഞ്ഞുങ്ങൾക്കും സായിറാം. സായിറാം.